കാസർഗോഡ് ജില്ലയിൽ ലഹരി മാഫിയയുടെ ഉറക്കം കെടുത്തി പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനകളിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 5 പേർ പിടിയിൽ. കുമ്പള കാസർഗോഡ് ടൗൺ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് റെയ്ഡ് നടന്നത്. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. റോഷി ജ്വല്ലറി, Gold and Diamonds, Bank Road and Court Road, Kasargod. Forever shine. കാസർഗോഡ് ജില്ലയിൽ ലഹരി മാഫിയക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുകയാണ്. കുമ്പളയിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി MDMA-യുമായി 2 പേരെ കുമ്പള SI KP ഗണേശനും സംഘവും അറസ്റ്റ് ചെയ്തു. കുമ്പള സ്വദേശി ഹംസ, അബ്ദുൽ നിസാർ എന്നിവരാണ് പിടിയിലായത്. കുമ്പള ടൗണിൽ വെച്ച് 0.61 ഗ്രാം MDMA-യുമായാണ് ഹംസ ആദ്യം പിടിയിലാകുന്നത്. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ അബ്ദുൽ നിസാറിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ അബ്ദുൽ നിസാറിനെയും പോലീസ് വലയിലാക്കി. ഇയാളിൽ നിന്ന് 0.9 ഗ്രാം MDMA-യും കണ്ടെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കാസർഗോഡ് ടൗണിൽ നടന്ന മറ്റൊരു റെയ്ഡിൽ 5 ഗ്രാം MDMA-യുമായി ദേളി സ്വദേശി മുഹമ്മദ് റൈസിനെ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടി. കൂഡ്ലു RD നഗറിൽ വെച്ചായിരുന്നു അറസ്റ്റ്. ജില്ലാ ഡാൻസ് ഓഫ് ടീം നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ SI CR മൗഷ്മിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. മേൽപ്പറമ്പ് പോലീസ് ദേളി ജംഗ്ഷനിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച മറ്റ് 2 യുവാക്കൾ കൂടി കുടുങ്ങിയത്. ചട്ടഞ്ചാൽ സ്വദേശി UM അബ്ദുൽ സിയാദ്, പൊയ്നാച്ചി സ്വദേശി K സുനിൽ രാജ് എന്നിവരാണ് 6.43 ഗ്രാം MDMA-യുമായി അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച പൾസർ ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മേൽപ്പറമ്പിൽ നിന്ന് ദേളിയിലേക്ക് അസമയത്ത് ബൈക്കിൽ പോവുകയായിരുന്ന ഇവരെ മേൽപ്പറമ്പ് SI T അഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. ഓടിപ്പോകാൻ ശ്രമിച്ച പ്രതികളെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് സിയാദിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA കണ്ടെത്തിയത്. ചെറുകരയിലുള്ള സഹദ് എന്നയാളാണ് ലഹരിമരുന്ന് നൽകിയതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലയിൽ ലഹരി വിരുദ്ധ പരിശോധനകൾ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.